പിന്നെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ് അതിപ്പോൾ അവിടുത്തെ ഡെവലപ്മെന്റിന് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചാലോ? ഈ വിധി വെച്ച് പൊളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എന്താണ് ഉണ്ടാകില്ല. മൂന്നാമത്തെ ഒരു ക്രൂഷ്യലായ ചോദ്യം എന്ന് പറയുന്നത് സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി എന്നാണ് കോടതി തന്നെ അത് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഇവിടെ ഈ കോറിഡോർ നിർമ്മിക്കുന്നത്? ആ പദ്ധതിയിൽ തന്നെ പറയുന്നത് എന്താണ്? ഈ സംഗതി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾ അവിടെ താരങ്ങൾ കുരിശു വരക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ആ നിലക്കുള്ളൊരു ആരാധനയുടെ പ്രകടനങ്ങളോ വരുമ്പോഴോ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. 1991 ആരാധനാലയ നിയമപ്രകാരം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ പള്ളികളും മറ്റുമൊക്കെ അതിൻ്റെ തൽസ്ഥിതി തുടരുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. പൊതു ആവശ്യങ്ങൾക്കായി മസ്ജിദുകളും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്താം, അത് ഏറ്റെടുക്കാം എന്നുള്ള രൂപത്തിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് താജ്മഹലുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതിൽ ആഗ്ര കോടതി തള്ളിയ കേസ് വീണ്ടും അലഹബാദ് കോടതിയിലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ആർക്കിയോളജിയിലും ബാക്കിയൊക്കെ റിപ്പോർട്ട് തേടാനും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങൾക്ക് പൊതു ആവശ്യം വരികയും അത് വിട്ടുകൊടുക്കണമെന്നുള്ള ചർച്ചകളൊക്കെ വന്ന് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരാധനാലയങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹമീദ് മാഷ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? അല്ലെ, കുറച്ചുകൂടെ വിശാലമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് വാരാണസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. 2019 തുടങ്ങുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 800 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ നടക്കുന്നത്. അതായത് ഈ ക്ഷേത്രത്തെ അതിൻ്റെ വെസ്റ്റ് ബാങ്കിൽ ഗംഗാ നദിയുടെ തീരത്തുള്ള ക്ഷേത്രം നേരിട്ടുള്ള ഏറ്റവും അടുത്തല്ല. അപ്പോൾ ആ ഒരു ഇടനാഴി ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അത് വിശാലമാക്കുകയും അങ്ങനെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗംഗയിൽ നിന്ന് ഇറനണിഞ്ഞ് അല്ലെങ്കിൽ വെള്ളമായിട്ട് അമ്പലത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനുമൊക്കെ സഹായിക്കുന്ന രൂപത്തിലുള്ള വിശാലമായിട്ടുള്ളൊരു കോറിഡോറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ 339 കോടിയാണ് അനുവദിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഒരു 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സമുച്ചയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയുന്നുണ്ട്. ഇതിന് 300-ലധികം കെട്ടിടങ്ങൾ, 400 എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ പൊളിച്ച് പിന്നെ നീക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ 300ഓളം വീടുകൾ ആണ്. 1400ഓളം ഷോപ്പുകൾ ഇതിനകത്ത് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതൊരു ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുകയും അതേസമയം ലോക്കൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നാണെന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെറിറ്റേജിൻ്റെ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1990-കളിൽ ഈ വാരാണസിയിൽ പോയിട്ടുണ്ട്. നമ്മളവിടെ പോയി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവിടുത്തെ ഒരു വല്ലാത്തൊരു തരം ജീവിതമാണ്. ആകെ തിങ്ങി നിറഞ്ഞാണ്, പക്ഷേ എങ്കിൽ പോലും ജനങ്ങളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അവിടെ. നമുക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഈ മറ്റേ വർഗീയതയുടെ ഒന്നും തോന്നില്ല. കാരണം അത്രമാത്രം മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. 14-15% മുസ്ലിങ്ങൾ ഈ പറയുന്ന മുനിസിപ്പൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ ഏരിയയിൽ നന്നായിട്ട് മുസ്ലിങ്ങളുള്ളൊരു സ്ഥലമാണ്. പിന്നെ അല്ല ഈ മുനിസിപ്പാലിറ്റി എടുത്താൽ 30% ഉണ്ട് മുസ്ലിങ്ങൾ. വാരാണസി ജില്ല എടുത്തു കഴിഞ്ഞാൽ 15% മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പൊളിക്കൽ നടന്നപ്പോൾ തന്നെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ 40ഓളം അബാൻഡൻഡ് ആയിട്ടുള്ള അമ്പലങ്ങൾ ഇതിനടുത്ത് കണ്ടെത്തിയിരുന്നു. ഈ അമ്പലങ്ങളെ പ്രിസർവ് ചെയ്തു, അതിനെ പൊളിച്ചു നീക്കിയില്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ടും അറിയാം. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ കാണേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കണ്ടോ എന്നുള്ളായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഈ പൊളിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളുണ്ട്.
അത് മുസ്ലിങ്ങൾ മാത്രം നടത്തിയല്ല. കാരണം വെച്ചാൽ അവിടെയുള്ള കടവുടമകളിൽ വ്യാപാരികൾ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളൊക്കെ ആയിരുന്നു. അവർക്കൊക്കെ 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപയ്ക്കാണ് അത് ചെയ്തത്. ആകെ ഒരു വലിയ ഈ മറ്റേ കോമ്പൻസേഷനോ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ തുകകളാണ് ഈ കോമ്പൻസേഷനായിട്ട് കൊടുത്തിരുന്നത്. അവരാവട്ടെ രാവും പകലും കച്ചവടം ചെയ്യുന്നവരാണ്. എപ്പോഴും ഭക്തന്മാർ വരുന്ന ഒരമ്പലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ലാഭം ഉണ്ടാക്കിയിരുന്ന ആളുകളാണ്. മാത്രമല്ല നമ്മൾ നോക്കിയാൽ വളരെ ഒരു മൈക്രോ കൾച്ചർ നിലക്കുന്നൊരു സ്ഥലമാണ്. അവിടെ എനിക്കവിടെ വീടുകൾ കൂടുതലായിട്ട് മറ്റേ ഹിന്ദുക്കളുടെ വീടുകളിൽ, പക്ഷേ കച്ചവട സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെയൊക്കെ ധാരാളമുണ്ട്. നമുക്കറിയാം ബീഹാറുകാരനായിരുന്ന ബിസ്മില്ല ഖാൻ, അദ്ദേഹം ഒരു ഷിയ മുസ്ലിമാണ്. അദ്ദേഹം പിന്നീട് വന്നിട്ട് ഈ ഷഹനായി വായിക്കുന്നത് ഈ ഗംഗയുടെ തീരത്താണ്. വർഷങ്ങളോളം അദ്ദേഹം ഒരു കൾച്ചറൽ സിമ്പലായിട്ട് അവിടെ മറ്റേ ജീവിക്കുന്ന ഇതാണ്. ഇതിൻ്റെ പുറമെ നമുക്കറിയപ്പോൾ ഈ ബനാറസ് ഏറ്റവും സാരി അറിയാലോ, ആ സാരിയുടെ ഒരു പ്രൊഡക്ഷൻ അത് നടക്കുന്ന ഏറ്റവും മനോഹരമായിട്ട് നമുക്കറിയാം. അവിടെ ഇതിൻ്റെ കളറിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം സാരി നെയ്ത് ചെയ്യുന്നു, വേറൊരു ഭാഗം വേറെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു നെയ്ബർഹുഡ് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതിനെ അന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇതൊരു മുസ്ലിം വിഷയം എല്ലാന്നേയും കൂടെ പറഞ്ഞു വെച്ചാൽ ഗംഗാ ജമുന തഹസാബ് എന്ന് പറയുന്ന ഒരു ഹാർമണിയെക്കുറിച്ച് അന്നേ അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കാൻ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ ജാൻ ദേങ്കെ മക്കാൻ നെഹി എന്നാണ്. ഞങ്ങൾ ജീവൻ നൽകാം, പക്ഷേ നമ്മുടെ കടകൾ നമ്മൾ എന്ത് ചെയ്യില്ല, തരൂല എന്നാണ്. പക്ഷേ ഇവർക്കൊന്നും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ മാസീവായിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം ഇതൊരിക്കലും തന്നെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയുള്ളത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ ആൻസെസ്ട്രൽ ഹോംസ് 700 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ അത്തരത്തിലുള്ള ആൻസെസ്ട്രൽ ഹോംസൊക്കെ നഷ്ടപ്പെടും. നല്ലൊരു നെയ്ബർഹുഡ് എന്ത് ചെയ്തു, നശിച്ചു. ഇതിൻ്റെ പുറമെ എന്താ വെച്ചാൽ VDA എന്ന് പറയുന്ന, അതായത് വാരാണസി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവർ അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒഴിപ്പിക്കുകയും അങ്ങനെ ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയിരുന്ന ഈ പ്രമോദ് മാഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നാവിക് യൂണിയൻ എന്ന് പറയുന്നതിനെതിരെയുള്ളൊരു അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ ഞങ്ങളിത് ഈ മോദി സർക്കാർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ UP സർക്കാർ എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടെ നിലകൊള്ളുന്ന ഒരു സർക്കാരാണെന്നാണ് കരുതിയത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ ഇത് പാർട്ടിക്കാർക്കും മുതലാളിമാർക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ ഭരണകൂടമാണ് എന്നാണ്. എന്തായാലും ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാകുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി അവിടെ ജീവിച്ചിരുന്ന തൊഴിൽ ചെയ്തിരുന്ന ആളുകളൊക്കെ നിഷ്കാസിതരാവുകയും പുതിയ ഒരു കച്ചവട സമൂഹം അവിടേക്ക് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്താണോ അയോധ്യയിലൊക്കെ സംഭവിച്ചത് അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ ഇവിടെ അവരുദ്ദേശിക്കുന്ന ഒരു മുതലാളി വർഗത്തിന് കച്ചവടം ചെയ്യാനുള്ള സാധ്യത വരുന്നത്. എന്തായാലും അതിന് എന്താവും എന്നുള്ളത് വെറുതെ കിട്ടെ. പക്ഷേ ഈ വിധിയിൽ വേറെ കുറേ ഭയാനതകളുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. ഒന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞ നമുക്കറിയാം ഈ നമ്മളെ ഇന്ത്യയിൽ മുഴുവൻ ലാൻഡും പ്രോപ്പർട്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ തന്നെയാണ്. അതിപ്പോൾ അതിൻ്റെ ബൈ ദ റൂൾ ബൈ ദ ലോ എന്താണ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2013 ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഏത് ഇത് വേണമെങ്കിലും ഏറ്റെടുക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷനായിട്ട് കടന്നിരുന്ന സാധനം എന്താണ്, ഈ 991 നിയമം അനുസരിച്ച് ആരാധനാലയങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ കരുതി വെച്ചാൽ ആരാധനാലയങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിധിയുടെ ഒരു ചെറിയ ലൂപ്പ് ഹോളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റില്ല എന്നാണ് വിധിയിൽ ഉള്ളത്. അപ്പോൾ ഇത് സ്റ്റേറ്റസ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് ഹിന്ദുവിനെ മുസ്ലിം പള്ളിയായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയെ ഹിന്ദുതാക്കോ മാറ്റാൻ പറ്റില്ല, ഇതാണ് എൻ്റെത്. പക്ഷേ അവിടെ തന്ത്രപരമായി കോടതി ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഉണ്ടായ അപകടം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റിനെ ഏറ്റെടുക്കാം. സ്റ്റേറ്റിനെ ഏറ്റെടുത്ത് എന്താ സംഭവിക്കുന്നതാണ്, സ്റ്റേറ്റിനെ ഡിമോളിഷ് ചെയ്യാം. അങ്ങനെ സ്റ്റേറ്റ് ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പള്ളിയില്ല, അമ്പലമുണ്ടോ, ഒന്നുമില്ല, ലാൻഡ് മാത്രമാണ്. ആ ലാൻഡിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. അത് വേണമെങ്കിൽ അമ്പലത്തിന് വേണമെങ്കിൽ അമ്പലത്തിന് കൊടുക്കാം, മറ്റൊന്നിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും അപകടകരമായൊരു സംഭവം ഈ രീതിയിൽ ഈ വിധിക്ക് വലിയ ദുർവ്യാഖ്യാന സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ
സെലക്റ്റീവായിട്ടുള്ള ഡിമോളിഷൻ ഉപയോഗിക്കാം. അതിപ്പോൾ സ്റ്റേറ്റാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി, ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇതിന് പറഞ്ഞ കാരണം എന്താണ്? സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടിയാണെന്ന് ലോക്കൽ അതോറിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സെലക്റ്റീവ് ഡിമോളിഷന് പോവുകയാണെങ്കിൽ പള്ളികൾ മാത്രം വിളിക്കുന്ന വെച്ചാലോ ആർക്കൊന്നും പറയാനുള്ള, അതെന്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള വൈഡനിങ് പർപ്പസിന് വേണ്ടി, ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിധിയെ ആ രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ് അതിപ്പോൾ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചാലോ? ഈ വിധി വെച്ച് പൊളിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും എന്താണ് ഉണ്ടാകില്ല. മൂന്നാമത്തൊരു ക്രൂഷ്യലായ ചോദ്യം എന്ന് പറയുന്നത് സെക്യുലർ ആൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി എന്നാണ് കോടതി തന്നെ അത് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഇവിടെ ഈ കോറിഡോർ നിർമ്മിക്കുന്നത്? ആ പദ്ധതിയിൽ തന്നെ പറയുന്നത് എന്താണ്? ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗംഗാനദിയിൽ പോയി കുളിക്കാനും തിരിച്ച് വെള്ളവുമായിട്ടോ ഈർന്നണഞ്ഞൊക്കെ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള സൗകര്യത്തിലാണെന്ന്. അതെങ്ങനെയാണ് ഒരു സെക്കുലർ പർപ്പസായിട്ട് മാറുക? അത് കൃത്യമായിട്ടും ഒരു റിലീജിയസ് പർപ്പസ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനയുടെ സൗകര്യം ആണ്. ഇതിനെ കോടതി എന്തുകൊണ്ട് കാണാതിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ അലഹബാദ് കോടതിയുടെ കൃത്യമായ ഈ ഉള്ളിലിരുപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ വിധിയിലുള്ള വല്ലാത്ത ഈ കെണികൾ ആണ് നാളെ ഒരു പക്ഷേ ഇത് കൂടുതൽ ഭയാനകമായിട്ടുള്ള പലതിലേക്കും പോകാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ വിധിയെ തിരുത്തുക, അല്ലെങ്കിൽ ഈ വിധിയിലൂടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരുത്തുക എന്നുള്ളത് കോടതി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രൊട്ടക്ഷൻ പോലും പള്ളികൾ പോലെയുള്ള ആരാധനാലയങ്ങൾക്ക് ഇല്ലാതെയാകും, അല്ലെങ്കിൽ പള്ളികൾക്ക് പ്രത്യേകിച്ചും ഇല്ലാതെയാകും. കാരണം 91 ഇത് മറ്റേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനോടെ കിടക്കുന്നുണ്ട്. അത് എന്ത് ചെയ്തിട്ടില്ല, കോടതി മറ്റേ ഒന്നും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതില്ലാതെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ വിശാലമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. എന്നാണ് പൊതുവിടങ്ങൾക്ക് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പള്ളികൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷാ സൽഫിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്. ഒന്നിപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ 1991 ആരാധനാലയ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പൊതു ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, തീർത്തും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പല സംവിധാനങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഉദാഹരണം അതിൽ പറയാൻ സാധിക്കുക നമ്മുടെ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹൈവേ ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ, കന്യാകുമാരി വരെ, തമിഴ്നാടിൻ്റെ കന്യാകുമാരി വരെയുള്ള ഭാഗം എടുത്തു നോക്കിയാൽ ഒരുപാട് പള്ളികൾ അതിനുവേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവും. നിരവധി മദ്രസകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ധാരാളം ഖബർസ്ഥാനുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന, നസീഫിനൊക്കെ അറിയാവുന്ന പള്ളികൾ അറിയാം. അത് വിട്ടുകൊടുത്തു. അതിനെല്ലാവർക്കും കിട്ടുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള, ബിൽഡിംഗ് കൊടുക്കുന്നതിനുള്ള കോമ്പൻസേഷൻ വാങ്ങിച്ചു. പള്ളി തൊട്ടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ അത് ഇവിടെ നടക്കുന്നു ധാരാളമായിട്ട്. അതിൽ അങ്ങനെ വലിയൊരു പ്രയാസം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിധിയും ഇത് നടപ്പിലാക്കുന്നിടത്തും സംഭവിക്കുന്നത്, ഇവിടെ ഹമീദ് സാർ അവസാനം പറഞ്ഞതുപോലെ, ചില പ്രത്യേക വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ മറ്റു ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്ന തീർത്തും അനീതിയുടെ ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. ഈ വിധി വ്യാഖ്യാനിച്ചു തുടങ്ങിയാൽ രാജ്യത്തെമ്പാടും ഏത് ആരാധനാലയങ്ങളുടെ മേലും കൈവെക്കാനുള്ള ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടാകും എന്ന വല്ലാത്തൊരു ഭയപ്പാട് നമുക്കുണ്ട്. എപ്പോഴും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ ഇവിടുത്തെ ഒരു സംഘപരിവാർ നരേഷൻ എന്ന് പറയുന്നത്. അതിന് അടിവരയിടുന്നതാകുമോ ഈ വിധി എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, ഫുട്ബോൾ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വന്നിരുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ നമ്മളൊന്നും അങ്ങനെ സീരിയസ് ആയി കാണാത്ത ഒരു ചാനലിലെ ഏതോ ഒരു ചർച്ച കാണുണ്ടായി. പിന്നീട് പൊതുവിൽ മാധ്യമങ്ങളിലൊക്കെ സജീവമായി ഈ BJP സംവിധാനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഇന്നലെ ഒക്കെ ആയിട്ട് കണ്ടിരുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊരു അവിടെ സുജൂദ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും ഇറാഖിൻ്റെയും പതാകകൾ നിലത്ത് വെക്കാത്തതൊക്കെ ഭയങ്കര പ്രശ്നവൽക്കരിക്കുന്നത് കാണാൻ സാധിച്ചു. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഭയങ്കര മനോഹരമായ ഒരു ടോളറൻസാണ് ശരിക്കും അവിടെ നിലനിൽക്കുന്നത്. ട്രോഫിയിൽ, കപ്പിൽ മദ്യത്തിൻ്റെ പരസ്യം മുസ്ലിങ്ങൾക്ക് നൽകാതിരിക്കുക, ഷഹാദത്ത് കലിമ രേഖപ്പെടുത്തിയ സൗദിയുടെ പതാക നിലത്ത് വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുക, അതൊക്കെ ഒരു ഉൾക്കൊള്ളലിൻ്റെ അതാണ്. എന്നാൽ ഈ സംഗതി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾ അവിടെ താരങ്ങൾ കുരിശു വരക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ആ നിലക്കുള്ളൊരു ആരാധനയുടെ പ്രകടനങ്ങളോ വരുമ്പോഴോ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കതിൽ വിരോധമില്ല. അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അതനുസരിച്ച് അവർക്ക് ചെയ്യാം. നമുക്കതിൽ വിയോജിപ്പുണ്ട്, നമ്മുടെ വിശ്വാസം വേറെയാണ്. പക്ഷേ അത് ചെയ്യാൻ പാടില്ലെന്നോ അത് ഭയങ്കരമായി പ്രശ്നവൽക്കരിക്കുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല, പൊതുവിൽ ഒരു മനുഷ്യരുടെയും ഭാഗത്തുനിന്നുണ്ടാവാറില്ല. അപ്പോൾ എവിടെയൊക്കെ ആണോ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ അടിക്കാനും അവരെ ഇകഴ്ത്താനും അവരെ മാറ്റി നിർത്താനും അവസരം കിട്ടും, അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ആ അന്തരീക്ഷത്തിന് ഈ വിധി ശക്തി പകരുമോ എന്നതാണ് നമ്മൾ ഭയപ്പെടുന്നത്.